അയ്യ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ് ഡൽഹിയിൽ നടന്നത്. ഒരു ഉഗ്ര സ്ഫോടനമാണ് ഡൽഹിയിൽ നടന്നത് ഒരു IED സ്ഫോടനമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഊഹാപോഹങ്ങൾ ഒന്നും തന്നെ പ്രചരിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ അത് പറയട്ടെ. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഡൽഹിയിൽ നടന്നത് എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും വിശകലനം ചെയ്തു വരികയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂരിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച പല മാധ്യമങ്ങളും അവസാനം ട്രോളുകൾക്കിരയാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും വലിയ ഒരു ബ്ലണ്ടറാണ് കറാച്ചിയിൽ ഇന്ത്യൻ നാവികസേന വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി എന്നുള്ളത്. മലയാള മാധ്യമങ്ങളടക്കം അത് കൊടുത്തിരുന്നു. അവസാനം അതൊരു ട്രോൾ മെറ്റീരിയലായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യം ഏത് ഘട്ടത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മിനിമം ബോധം എങ്കിലും വേണ്ടേ? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു മിനിമം ബോധം എങ്കിലും വേണം. ഈ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിഭീകരമായിട്ടുള്ള ഈ ബ്ലാസ്റ്റിൽ 25 പേർക്ക് പരിക്കേൽക്കുകയും 13-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 13-ലേറെ പേരും നിഷ്കളങ്കരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ജീവന് ആര് സമാധാനം പറയും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായും നമ്മുടെ രാജ്യത്തിന് ഉത്തരം വേണം. കോൺഗ്രസിന് ഇതൊന്നും പറയാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. കോൺഗ്രസിൻ്റെ കാലത്ത് നടന്ന ബ്ലാസ്റ്റുകൾക്കൊന്നും തന്നെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. അതിലുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ ആശ്വാസവും ലഭിച്ചിട്ടില്ല. തിന്ന് വീർത്ത് പൂണി വീർപ്പിച്ച് നടക്കാൻ മാത്രമല്ലാതെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരന്മാർക്ക് യാതൊന്നും തന്നെ ആ സമയത്ത് ചെയ്യാനും സാധിച്ചിരുന്നില്ല. പോരാത്തതിന് അമേരിക്ക പറഞ്ഞപ്പോൾ ഞങ്ങൾ താജ് ആക്രമണത്തിന് മറുപടി കൊടുക്കാതെ പേടിച്ച് പിന്മാറി എന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ, ആ മിനിസ്റ്റർ തന്നെ മുൻ മിനിസ്റ്റർ ചിദംബരം വന്ന് വെളിപ്പെടുത്തലൊക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ യാതൊരുവിധ അവകാശമില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും BJP സർക്കാരും തന്നെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് രാജ്യസുരക്ഷയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല. പിന്നെ സുഡാപ്പികളുടെ കാര്യം. സുഡാപ്പികൾ നമ്മുടെ രാജ്യത്തൊരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ആഘോഷിക്കുന്ന ടീമാണ്. ഇവന്മാർക്ക് അങ്ങ് ആഘോഷമാണ്. നമ്മുടെ രാജ്യത്ത് എന്ത് നടന്നാലും അത് പൊളിറ്റിസൈസ് ചെയ്ത്, അതായത് നടത്തിയ ആൾക്കാരെ വെളുപ്പിക്കുക. അതെങ്ങനെയെങ്കിലും വേറെ ആരെങ്കിലും തലയിലെടുത്തിട്ട് ഈ ബ്ലാസ്റ്റിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കുക, വേറെ ആരുടെയെങ്കിലും തലയിലെടുത്തിട്ട് എന്നുള്ളതാണ് സുഡാപ്പികളുടെ വലിയ രീതി എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ ഉയർത്തുന്നൊരു വലിയൊരു വാദമുണ്ട്. ആ വാദം എന്ന് പറയുന്നത് ഇലക്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ അടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റുകൾ രാജ്യത്തുണ്ടാകുന്നത് എന്താണ് ഇവർ പറയുന്നത്. എൻ്റെ ഭാഷ കുറച്ച് മോശമായി പോവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവന്മാരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുൽവാമയിൽ ഭീകരാക്രമണം നടന്നല്ലോ. പുൽവാമയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അവിടെ ഇവന്മാർ പറഞ്ഞു വരുത്തിയത് പുൽവാമ നരേന്ദ്രമോദി ചെയ്തതാണെന്നാണ് ഇവന്മാർ പറഞ്ഞു വരുത്തിയത്. പക്ഷേ ഇവന്മാരുടെയൊക്കെ തന്തമാരായിട്ടുള്ള പാകിസ്ഥാനിയിരിക്കുന്ന ചെറ്റകളാണ് അത് നടത്തിയതെന്ന് പിന്നീട് പാകിസ്ഥാൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. എഴുത്തും വായന അറിഞ്ഞൂടാത്ത യവന്മാരെ എന്നീ നാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നോ അന്ന് ഈ രാജ്യം സന്തോഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ അടുത്തൊരു കാര്യം, പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയത് നരേന്ദ്രമോദിയാണ് പറഞ്ഞ ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അവരാണ് പുൽവാമ ഞങ്ങളുടെ ഒരു മേജർ വിജയമായിരുന്നു എന്ന് അവർ പറഞ്ഞ സാഹചര്യത്തിൽ യവന്മാരുടെയൊക്കെ അണ്ണാക്കിലെന്ന് തോന്നുന്നില്ല പഴമായിരുന്നു. ഇവന്മാരുടെ അണ്ണാക്കിൽ യവന്മാർക്ക് പിരിവെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ബലാക്കോട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ വ്യോമസേനയും വലിയൊരു ആക്രമണം അങ്ങോട്ട് നടത്തി. അപ്പോൾ ഇവന്മാരെന്താണ് പറഞ്ഞത്? പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ബോംബ് വർഷിച്ചത് എന്നാണ് ഇവന്മാർ പറഞ്ഞത്. ഈ പൈൻ മരങ്ങൾക്ക് മുകളിൽ ബോംബ് വർഷിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ ആർമിയെയും വ്യോമസേനയും ഇവന്മാർ കളിയാക്കി. അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നുള്ള ഇമ്രാൻ ഖാൻ UN-ൽ, അതായത് യുണൈറ്റഡ് നേഷൻസിൽ വന്ന് വിലപിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഞങ്ങളുടെ ഏകദേശം 240 പട്ടാളക്കാർ, ആ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഭീകരവാദികൾ പോറ്റി വളർത്തുന്നത്, അതായത് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന ഭീകരവാദികളാണ് നഷ്ടപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ പറയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടി. ഉത്തരേന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. അങ്ങനെ അയാൾ ചെന്ന് കരയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതും പൊളിഞ്ഞടങ്ങിപ്പോയി. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ, ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇലക്ഷൻ, 28 സംസ്ഥാനങ്ങൾ, നിരവധി പൊളിറ്റിക്കൽ പാർട്ടികൾ, ഏതെങ്കിലും ഒരു ഇലക്ഷൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള
സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇലക്ഷൻ്റെ പേരിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്നാണ് ഇവന്മാർ പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം എല്ലായിടത്തും വാദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഭരിക്കുന്ന സമയത്ത് എൻ്റെ രാജ്യം സുരക്ഷിതമായിരിക്കും, ബോംബ് ബ്ലാസ്റ്റുകളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുമ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിന് ഒരു കരിനിഴൽ വീഴ്ത്തും എന്നുള്ള കാര്യത്തിൽ ഇവന്മാർക്ക് യാതൊരുവിധ സംശയവുമില്ല. ആ ബുദ്ധിയും ബോധവും പോലും ഇല്ലാതെയാണ് ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ തന്നെ വർക്കാണ് എന്ന് ഇവന്മാർ പറഞ്ഞത്. എത്ര നീചമാണ്, നിന്ദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാരെ ഈ രാജ്യത്ത് നിന്നും അടിച്ച് പുറത്താക്കി പിണ്ടം വയ്ക്കാതെ ഈ രാജ്യത്തിന് ഒരു നല്ല ഭാവി ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ നിയമപരമായിട്ടും നമ്മുടെ സർക്കാർ അടിച്ച് ഉറക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള ഭാവിക്ക് വലിയ വിഘാതം ഈ ടീമുകൾ സൃഷ്ടിക്കും. ഈ ടീമുകൾക്ക് വെള്ളവും വളവും കൊടുക്കുന്ന പ്രോ ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ ഈ രാജ്യത്തിന് വലിയ രീതിയിലുള്ള വിഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ ദേശസ്നേഹമുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവന്മാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഇവന്മാരെ രണ്ടാംകിട പൗരന്മാരായിട്ട് ഇവന്മാരെ തരം താട്ടി തള്ളി അങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ പോലും ഇവന്മാരെ കയറ്റില്ലല്ലോ. ഇവന്മാരെ ശില്പന്തികളെ വീട്ടിൽ കയറ്റും, പക്ഷേ നല്ലൊരു ഇന്ത്യൻ പൗരൻ്റെ വീട്ടിൽ, അതൊരു മുസ്ലിം ആയിരുന്നാലും ശരി തന്നെയാണ്, ഇവന്മാരെ കയറ്റത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഒരു ബ്ലാസ്റ്റ് നടന്നു. നമ്മുടെ രാജ്യം ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളോട്ട് കടക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം അത്രയ്ക്ക് രോഷമുണ്ടായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ ബ്ലാസ്റ്റ് എങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ഹൈ ടെൻഷൻ മോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഹൈ ടെൻഷൻ മോഡ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അങ്ങേയറ്റം നാണക്കേടുണ്ടായി. പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. അതിനുശേഷം പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെയുള്ള മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ വാർത്തകളും ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും കൃത്യമായി തന്നെ മനസ്സിലാവും. കാരണം രാജ്യം ഒരു യുദ്ധമുഖത്താണ് ഇപ്പോഴും സാങ്കേതികമായി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു വലിയ മൂവ്മെൻറ്റ് ഇതുവരെ നമ്മൾ നിർത്തിവെച്ചിട്ടില്ല. ഇനി സിന്ദൂർ 2.0 എപ്പോൾ തുടങ്ങും എന്നുള്ളൊരു ചോദ്യമാണ് പല സ്ഥലങ്ങളിലും അവശേഷിക്കുന്നത്. നമ്മുടെ CDS ആയിട്ടുള്ള അനിൽ ചൗഹാൻ, നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി, അങ്ങനെ നമ്മുടെ പല ആൾക്കാരും, നമ്മുടെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, നിതിൻ ഗഡ്കരി നമ്മുടെ ഗതാഗത മന്ത്രി, ഇവരെല്ലാം ഒന്ന് പറയുന്നൊരു കാര്യമുണ്ട്, രാജ്യം ഏത് നിമിഷവും ഒരു യുദ്ധമുഖത്തേക്ക് പോകാം എന്നിവർ ഒരു തവണയല്ല പലതവണ പറയുന്ന പല വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന് പല വാണിങ്ങുകളും ഇപ്പോഴും കൊടുക്കുന്ന പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ഇവിടെ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും ഇരിക്കുന്ന യുവമാർ ആ വാർത്തകളോടൊക്കെ കാതു പൊത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മുടെ CDSും നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും പറഞ്ഞത് എന്താണ്, ഇനിയൊരു വരികയാണെങ്കിൽ, അതായത് ഇനി ഒരു വാർ, ഇനി പാകിസ്ഥാനുമായിട്ടൊരു ഏറ്റുമുട്ടൽ വരികയാണെങ്കിൽ അത് കുറച്ച് രൂക്ഷമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലായിരിക്കും. കാരണം പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞൊന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ രാജ്യം അർഹിക്കുന്നില്ല. കാരണം നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയി മാനം മര്യാദയ്ക്ക് ജീവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയി, അന്ന് ഇന്ത്യയിൽ താമസിച്ചിരുന്ന മുസ്ലിങ്ങളാണ്, അവർ പിരിഞ്ഞു പോയി നമുക്ക് ഭാരതം വേണ്ട, ഇന്ത്യ വേണ്ട, ഈ ഭൂമി വേണ്ട, നമുക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയി വേറെ ഭൂമി ഉണ്ടാക്കി അതിനകത്ത് കിടന്ന് അടികൂടുക മാത്രമല്ല, അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇവർ എന്ത് ചെയ്യുകയാണ്, ടെററിസം അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്ത് അവരുടെ സാമ്പത്തിക സ്ഥിതിയും സുസ്ഥിരമായിട്ടുള്ള ഭരണവും പിന്നെ എന്താണ് അവിടെയുള്ള ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു രാജ്യത്തിന് ഈ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ എന്ത് തരത്തിലുള്ള ഒരു ദയയാണ് ഇന്ത്യ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ പാകിസ്ഥാനെ വലിയ രീതിയിൽ ചട്ടുകമായി ഉപയോഗിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ പിന്നിലുണ്ട് എന്ന് കൃത്യമായി പാകിസ്ഥാനിലെ ഭരണകർത്താക്കൾ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതിലൂടെ, ഞങ്ങളുടെ പിന്നിൽ അമേരിക്കയുണ്ട്, ഞങ്ങളിപ്പോൾ ബംഗ്ലാദേശിലേക്ക് കയറി കഴിഞ്ഞു. ബംഗ്ലാദേശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബംഗ്ലാദേശിൽ എന്ത് മൂവ്മെൻറ്റാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ ഒരു പടക്കപ്പൽ ചെന്നിറങ്ങിയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ പടക്കപ്പൽ 1974 ബംഗ്ലാദേശ്, അതായത് കിഴക്കൻ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, കിഴക്കൻ പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി ബംഗ്ലാദേശ് ആയ ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ്റെ ഒരു പടക്കപ്പൽ അവിടെ ചെന്നിറങ്ങുന്നത്. ആ പടക്കപ്പൽ അവിടെ ചെന്നിറങ്ങുക മാത്രമല്ല, ഒരു ഗുഡ് ബിൽ വിസിറ്റിനാണ് അവിടെ പോയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പാകിസ്ഥാൻ ISI അവിടെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് പരിശീലനം കൊടുക്കുകയാണ്. അവരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് ചാടിച്ച് ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ പദ്ധതി എന്ന് പല മാധ്യമങ്ങളിലും പല നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഈ വാർത്തകളൊക്കെ നമ്മുടെ രാജ്യത്ത് വരുമ്പോഴും ആ വാർത്തകളെല്ലാം മുന്നിൽ കണ്ണടച്ചുകൊണ്ടിരുന്ന ശേഷം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ആ ആക്രമണത്തെ ഒരുമിച്ച് നിന്ന് അപലപിക്കേണ്ടതിന് പകരം ആ ആക്രമണം നടത്തിയത് നമ്മുടെ രാജ്യമാണ് എന്ന് പറയുന്ന ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് ഉൾഫ എന്ന് പറയുന്നത്.
പറയുന്നത്. ഇന്ത്യയിലും ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരെ തന്നെ അടിച്ചു പുറത്താക്കി. ഷെയ്ഖ് ഹസീന അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഷെയ്ഖ് ഹസീന ഉൾഫയെ അടിച്ചമർത്തി. പക്ഷേ യൂനിസ് അവിടെ ഭരണത്തിൽ തിരിച്ചെത്തിയപ്പം ഉൾഫ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. ഉൾഫയെ നമ്മുടെ നാട്ടിലെ അസാം റൈഫിൾസിലേക്കൊക്കെ ആക്രമണം അഴിപ്പിച്ചു വിടുന്ന രീതിയിലേക്ക് അവരെ വളർത്തി വലുതാക്കി വീണ്ടും. അതുകൊണ്ടാണ് മ്യാൻമറിൽ നമ്മുടെ രാജ്യം 2 ദിവസം മുമ്പ്, അതായത് 2 ആഴ്ച മുമ്പ് വലിയ രീതിയിലുള്ള ആക്രമണം മ്യാൻമറിലെയും ഇന്ത്യയുടെ മ്യാൻമറിനെയും ബോർഡറിലുള്ള ഈ ഉൾഫ റീജിയൻസിൽ നടത്തി, വലിയ ഡ്രോൺ ആക്രമണം നടത്തി ഉൾഫ മേഖലകളെല്ലാം തച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഉൾഫ കഴിഞ്ഞാൽ HUJI, ഹുജി എന്നാണ് ആ സംഘടനയുടെ പേര്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹർക്കത്തുൽ ജിഹാദൽ ഇസ്ലാമി എന്നാണ്. ഈ ഹുജി എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് ഇന്ത്യയിൽ പല മോഡ്യൂളുകൾ ഉണ്ടാക്കി ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനാണ് അവരുടെ പദ്ധതി എന്നാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിട്ടുള്ളത്. ഇനി അതുമല്ല, അവിടെ നിന്നും പല ഭീകരവാദികളെയും ഇങ്ങോട്ടേക്ക് ബംഗ്ലാദേശികൾ എന്ന പേരിൽ കടത്തിവിട്ടതിന് ശേഷം എന്ത് ചെയ്യാനാണ് നമ്മുടെ രാജ്യത്തിൽ അവരുടെ പദ്ധതി? വലിയ വലിയ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് അവ ബോംബ് സ്ഫോടനത്തിൽ തകർക്കുക. അങ്ങനെ ബോംബ് സ്ഫോടനത്തിൽ തകർത്തതിന് ശേഷം ആ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ തകർത്തത് ഇവിടെയുള്ള മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് ഇവിടെ ഒരു വമ്പൻ കലാപത്തിനാണ് അവർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയിലെ പുരാതന ക്ഷേത്രമായിട്ടുള്ള ഉജ്ജയിൻ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ പണി കഴിപ്പിച്ച അയോധ്യ ആയിക്കൊള്ളട്ടെ, ഇവിടെയെല്ലാം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിലടക്കം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ എന്തെങ്കിലും ഒരു അട്രോസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺനാച്ചുറൽ മൂവോ കണ്ടു കഴിഞ്ഞാൽ 112 എന്ന നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഉള്ളിലേക്ക് വന്നു എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഫെയിലിയറാണ്. അത് ഇൻ്റലിജൻസ് ഫെയിലിയറായി എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് വയ്ക്കാനുണ്ട്. അതായത് ഈ ദിവാലിക്കാണ് ഇവർ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്നത്. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ നിന്നും വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടായി. അതായത് രാജ്യം മുഴുവൻ സ്ഫോടനം ഉണ്ടാക്കി. 100-ലധികം സ്ഫോടനങ്ങൾ ഒരേ സമയം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സൈന്യം കൃത്യമായിട്ട് ഡിഫ്യൂസ് ചെയ്തു. ആ വാർത്ത അന്ന് പല മാധ്യമങ്ങളിലും ഞാനിരുന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ചെറിയ വാർത്തയല്ല. നമ്മുടെ സൈന്യത്തിന് നമ്മൾ അകമഴിഞ്ഞ് എന്ത് ചെയ്യണം? നമ്മുടെ സൈന്യത്തെ നമ്മൾ പ്രശംസിക്കണം. കാരണം ആ സമയത്ത് നമ്മുടെ സൈന്യത്തിനെ പ്രശംസിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോൾ പ്രശംസിക്കാനാണ്? ആ സൈന്യത്തിൻ്റെ ആ ഒരു പ്രശംസ സൈന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൈന്യം 100 ബോംബ് സ്ഫോടനം അവർ നടത്താൻ പോകുമ്പോൾ ഈ 100 എണ്ണവും പരാജയപ്പെടുത്തിയാൽ മാത്രമാണ് നമ്മുടെ സൈന്യം വിജയിക്കുകയുള്ളൂ. പക്ഷേ അവർക്ക് 100-ൽ 99 എണ്ണവും പരാജയപ്പെട്ടു. ഒരെണ്ണം ഇതുപോലെ ഡൽഹിയിൽ അവർക്ക് നടത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ 13 പേരാണ് മരിച്ചത്. അവർ വിജയിച്ചു. നമ്മുടെ സൈന്യത്തിന് 100 എണ്ണം പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് എന്താണ്? ഒരെണ്ണം വിജയിച്ചാൽ മതി, 100-ൽ ഒരെണ്ണം വിജയിച്ചാൽ മതി. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നതും ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നതും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ തള്ളിപ്പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചേർന്ന് നിൽക്കാത്ത ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നിൻ്റെ ഒന്നും ഒരു കരുണയും ഈ രാജ്യം പ്രതീക്ഷിക്കുന്നില്ല. അത് പറയാൻ കാര്യം, അതിപ്പോൾ സുഡാപ്പികളായിരുന്നാലും ശരി, കമ്മ്യൂണിസ്റ്റുകളായിരുന്നാലും ശരി, കോൺഗ്രസ്സുകാരായിരുന്നാലും ശരി തന്നെ, രാജ്യം, അവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള, ഇവിടെയുള്ള ദേശഭക്തരായിട്ടുള്ള, ഇവിടെയുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കും. കാരണം കൃത്യമായി അവർക്കറിയാം നരേന്ദ്രമോദിയെ കൊണ്ടേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എടാ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കൂലടാ, പറഞ്ഞ മനസ്സിലാക്കടാ. എടാ നിനക്കൊന്നും ഒരു പിണ്ണാക്കും ചെയ്യാൻ സാധിക്കില്ല. നിനക്കൊക്കെ കുനിഞ്ഞ് കുമ്പിട്ട് നിൽക്കാൻ മാത്രം നിന്നെക്കൊണ്ട് സാധിക്കുള്ളൂ. നിൻ്റെയൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെയാണ് ഇവിടെ ഇരുന്നെങ്കിൽ അവനൊക്കെ ഓടിത്തള്ളിയാനെ വല്ല പട്ടായയിലും. മനസ്സിലായില്ലേ? നിന്നെയൊന്നും കൊണ്ട് ഒരു പുണ്ണാക്ക് സാധിക്കില്ല. അത് മനസ്സിലാക്കാതെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ 2.0 പോവുകയാണ്. അതിനായിട്ട് രാജ്യം വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആ വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ നോട്ടാം പ്രഖ്യാപിച്ച് നിരന്തരം ബേ ഓഫ് ബംഗാളിൽ നോട്ടാം പ്രഖ്യാപിച്ച് അഗ്നി മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ അതിഭീകരമായി നടത്തുന്നുണ്ട്. അഗ്നി മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ഗുജറാത്ത് തീരത്തും മഹാരാഷ്ട്ര തീരത്തും കർണാടക തീരത്തുമെല്ലാം നോട്ടാം പ്രഖ്യാപിച്ച് സംയുക്തമായിട്ടുള്ള സൈനികാഭ്യാസം നടത്തുന്നുണ്ട്. സംയുക്ത സൈനികാഭ്യാസം എന്ന് പറഞ്ഞാൽ കര, നാവിക, വ്യോമസേന അടക്കമുള്ള സർക്രീക്കിലടക്കം ഇത് നടത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് പാകിസ്ഥാൻ വിമാനങ്ങൾ നമ്മുടെ അതിർത്തിയിലൂടെ അവർ വിമാനം പറത്തിയിട്ടുണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ. പക്ഷെ നമ്മൾ ഭയപ്പെടില്ല. പാകിസ്ഥാൻ ഫ്ലീറ്റുകൾ അവരെന്ത് ചെയ്തു? ആ കപ്പലുകൾ നീറ്റിലിറക്കിയിട്ടുണ്ട്. അങ്ങനെ കപ്പലുകൾ നീറ്റിലിറക്കി നമ്മൾ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസത്തെ ഭയപ്പെടുത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിലൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ഥാർ മരുഭൂമിയിൽ നമ്മളിത് നടത്തുന്നുണ്ട്. ഥാർ മരുഭൂമിയിൽ നടത്തി കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ പരീക്ഷണം
നടത്തിയിട്ട് ആ മിസൈൽ നേരെ ചെന്ന് പതിച്ചത് ഒരു 500 മീറ്റർ മാറി. അതായത് ഇത് പരീക്ഷണമായിരിക്കുന്ന ഈ സമയത്ത് ഇത് ട്രയലാണ്, ഇത് എക്സസൈസാണ്. ഈ സമയത്താണ് മിസൈലുകളുടെയും കാര്യങ്ങളുടെയൊക്കെ കൃത്യത, പരിശീലനമാണ് നമ്മൾ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നത്. അങ്ങോട്ട് മാറി ഒരു ഗ്രാമത്തിൽ ചെന്ന് പതിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ജയ്സാൽമീറിൽ ഒരു ഗ്രാമത്തിലാണ് ഇത് ചെന്ന് പതിച്ചത്. അപ്പോൾ ഈ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവിടെ ആളപായമൊന്നുമില്ല. കൃത്യമായിട്ടൊരു പാടത്താണ് ഈ മിസൈൽ ചെന്ന് പതിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. താർ മരുഭൂമിയിൽ നമ്മൾ സെന്റിനൽ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ എന്താണ് നടത്തുന്നത്? നമ്മൾ ലഡാക്കിൽ ഡ്രോൺ ആക്രമണത്തിനുള്ള കൃത്യമായിട്ടുള്ള പരിശീലനവും അവിടെ സംയുക്ത സൈനികാഭ്യാസവും നടത്തുന്നുണ്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റിൽ നോട്ടാം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതായത് നോർത്ത് ഈസ്റ്റിൽ നോട്ടാം പ്രഖ്യാപിച്ച് അവിടെ വലിയ രീതിയിലുള്ള പരിശീലനം, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ CDS, നമ്മുടെ കരസേനാ മേധാവി അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല. ഏറ്റവും പെട്ടെന്ന് മുറിക്കാനായിട്ട് സാധിക്കും നോർത്ത് ഈസ്റ്റ്. അതുകൊണ്ട് അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശിന് ചുറ്റും റെയിൽവേ പാളങ്ങൾ ഇടാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് അടിക്കാവുന്ന അഗ്നി മിസൈലുകൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഗംഭീരമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഭീകരാക്രമണം അവിടെ വരുന്നത്. ഇനി 6:55 റെഡ് ഫോർട്ടിലെ മെട്രോ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് ഏകദേശം കുറച്ച് ദൂരം മാറിയിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നതെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു i20 എന്ന് പറയുന്ന ഹ്യുണ്ടായി i20 എന്ന് പറയുന്ന ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. ശേഷം പൊടുന്നനെ ഒരു ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാകുന്നതായിട്ടാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. സുഭാഷ് നഗർ ട്രാഫിക് സിഗ്നലിലാണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മെല്ലെ വന്ന സിഗ്നലിൽ നടത്തുന്നു, ശേഷം ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ചാവേർ സ്ഫോടനമാണ് എന്ന രീതിയിലാണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് IED ബ്ലാസ്റ്റാണ്. HR26E7674 എന്ന കാറിലാണ് ഈ ബ്ലാസ്റ്റ് ഉണ്ടായത്. ഈ കാർ ഉടമ എന്ന് പറയുന്നത് സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു. ഇയാൾ കശ്മീരുകാരനാണ്, അതായത് ജമ്മു കശ്മീരിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കാർ ഉടമ സൽമാനെ അറസ്റ്റ് ചെയ്തപ്പോൾ സൽമാൻ പറയുന്നത്, ഇത് താരിഖ് എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ വിറ്റു എന്നാണ് സൽമാൻ പറയുന്നത്. അങ്ങനെ താരിഖ് എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കാർ വിൽക്കുമ്പോൾ സൽമാൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് കാറിൽ തൻ്റെ പേര്, അതായത് തൻ്റെ പേര് മാറ്റി, ഓണറായിട്ടുള്ള തൻ്റെ പേര് മാറ്റി അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരും. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതങ്ങനെയല്ല, ഇത് ഇയാളുടെ കാറ് തന്നെയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിനെല്ലാം കുറച്ച് കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം അമിത്ഷാ അവിടെ പറന്നെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അമിത്ഷാ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അതിനു മുമ്പ് നടന്ന പല കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതായത് ഈ ഡോക്ടർമാരെ എങ്ങനെയാണ് എല്ലാവരെയും പറയുന്നത്, എല്ലാവരെയും ഒരിക്കലും അടച്ചാക്ഷേപമില്ല. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ബഹുമാനം അർഹിക്കുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ മതമൗലികവാദികളായിട്ടുള്ള ഡോക്ടർമാർ, കശ്മീരിലടക്കമുള്ള അവിടെ നിന്നും പണിക്കെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ഡോക്ടർമാർ, അവരാണ് ഈ വൈറ്റ് കോളർ ടെററിസം നടത്തുന്നത്. മുജാമി ഷക്കീർ എന്ന് പറയുന്ന പുൽവാമയിൽ നിന്നുള്ളൊരു ഡോക്ടർ, ഇയാളുടെ വീട്ടിൽ നിന്നും 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചത് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 2900 കിലോഗ്രാം. ഈ രാജ്യത്ത് പല ഭാഗത്തായി സ്ഫോടനം നടത്താൻ ശേഷിയുള്ള, അത്രയും മാരക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ. പിന്നെ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ആദിൽ റത്താർ എന്ന് പറയുന്ന അനന്തനാഗ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇയാളുടെ പക്കൽ നിന്നും അമോണിയം നൈട്രേറ്റ് 350 കിലോ ഉള്ള അമോണിയം നൈട്രേറ്റ് കണ്ടെത്തുമെന്നും AK-47 അടക്കമുള്ള വമ്പൻ മെഷീൻ ഗണ്ണുകൾ കണ്ടെടുത്തുവെന്നും ഉള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ പുറത്തു വന്നതാണ്. അതിനുശേഷം ഇവരുമായി ബന്ധപ്പെട്ട ഒരു വനിതാ ഡോക്ടറുടെ കാറിൽ നിന്നും ഒരു പിസ്റ്റൽ കണ്ടെടുത്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ ഇവരെല്ലാം തൂത്തുവാരി, ഏകദേശം 7 പേരെ തൂത്തുവാരി. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ട്, ഇവർക്ക് ലഷ്കർ-ഇ-ത്വയ്ബയുമായിട്ട് ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡൽഹിയിൽ നടന്നത് ഒരു വലിയ ഭീകരാക്രമണമാകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ പാകിസ്ഥാനെ, ഇന്ത്യയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ലെവലാണ്. നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഡാപ്പികൾ നിനക്കും ചിന്തിക്കാൻ പറ്റൂല. കാരണം ഇവിടെ നമ്മുടെ കരസേനാ മേധാവിയും CDS അടക്കവും പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ തുറക്കാൻ പോകുന്ന വാർ ഫ്രണ്ട് 2.5 ആയിരിക്കുമെന്ന്. അത് 2 വാർ ഫ്രണ്ട് അല്ല, ഒന്ന് പാകിസ്ഥാനിലോട്ട്, ഒന്ന് ബംഗ്ലാദേശിലോട്ടാണ് തുറക്കാൻ പോകുന്നത്. ഈ 0.5 ഉണ്ടല്ലോ, അതൊക്കെ നിനക്കൊക്കെ ഉള്ളതാണ്. ഈ രാജ്യത്തിനകത്ത് കിടന്ന് രാജ്യത്തെ തെറി വിളിക്കുന്ന നിനക്കൊക്കെ ഉള്ള
വാർ ഫ്രണ്ടാണ്, .5 വാർ ഫ്രണ്ടാണ് തുറക്കാൻ പോകുന്നത് എന്നുള്ളത് ഓർത്താൽ നല്ലത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഓർത്താൽ നല്ലത്. അപ്പോൾ അങ്ങനെ ആ .5 വാർ ഫ്രണ്ട് കൂടെയാണ് തുറക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇനി ഒരു ചെറുവിരൽ അനക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, നിൻ്റെയൊക്കെ പറയാൻ ഡൊണാൾഡ് ട്രംപ് ഉണ്ടെങ്കിൽ നമുക്കിതാ വെറും ഇതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പഴയ ഇന്ത്യയല്ല, അടിച്ചാൽ തിരിച്ചടിയല്ല, നശിപ്പിച്ച് കളയും. ഇന്ത്യയൊക്കെ തല വെട്ടി ഫുട്ബോൾ കളിക്കും, അത് മനസ്സിലായിരിക്കും. നിൻ്റെയൊക്കെ തല വെട്ടി ഫുട്ബോൾ കളിക്കും. ഇവിടെ കാനഡയിൽ പോയി കൊല്ലുന്നു ഓരോരുത്തന്മാരെ, ഗിജാർ അടക്കമുള്ളവന്മാരെ കാനഡയിൽ പോയി കൊല്ലുന്നു. പിന്നെയാണ് നിന്നെയൊക്കെ ഈ ഭൂലോകത്ത് നിന്നും തുടച്ച് നീക്കാൻ ഇന്ത്യക്ക് പാടും. ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട. ലോകരാജ്യങ്ങളെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത് എന്തിലൂടെ തന്നെയാണ്? യുദ്ധത്തിലൂടെ തന്നെയാണ്. അല്ലാതെ സമാധാനം പറഞ്ഞ ഒരു രാജ്യവും ഈ ലോകത്ത് ലോകരാജ്യങ്ങളുടെ പട്ടികയിലും ലോക പോലീസൊന്നും ആയിട്ടില്ല. യുദ്ധത്തിലൂടെ തന്നെയാണ് ലോകരാജ്യം, അതിലൂടെ കരുത്ത് കാട്ടി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ അടിച്ച് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കരുത്ത് കാട്ടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോഴും ഒരു കൺസേൺ ഉള്ളത് പാകിസ്ഥാനിലെ സിവിലിയൻസിൻ്റെ മുകളിലാണ്. അതായത് സിവിലിയൻസിൻ്റെ മുകളിൽ എന്താണ്, നമ്മൾ ബോംബ് വർഷിക്കില്ല, അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഇന്ത്യയുടെ മനസാക്ഷിയാണ്. ഇനി നമ്മളതങ്ങ് മറക്കും. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങോട്ട് കയറി കൊന്നാൽ നമ്മളും അങ്ങോട്ട് എന്താണ് ആ ഒരു ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൃത്യമായിട്ട് പറ വാരിയിടും. നമ്മുടെ അടി എന്നൊക്കെ പറയുന്നത് ഇനി സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയായിരിക്കും, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയായിരിക്കും. ജപ്പാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള നിറ്റ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സിസ്റ്റം, പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ അടുത്തത് വരാൻ പോകുന്നത് കരയിലൂടെയും ആകാശത്തൂടെയും അല്ലാതെ കടലിലൂടെ ഒന്നുമല്ല, ബഹിരാകാശത്തൂടെ വന്ന് അടിക്കാനാണ്. സാറ്റലൈറ്റ് വാറാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ്, പാകിസ്ഥാനെ സമ്പൂർണ്ണമായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന വാറാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് അവർ കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് മുട്ടി അമേരിക്കയുടെ ബലത്തിൽ അങ്ങ് ജയിച്ചു കളയാം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, ജയിക്കുക എന്നുള്ളതല്ല, ഇന്ത്യയുമായിട്ട് മുട്ടുമ്പോൾ ആദ്യത്തെ വെടി പൊട്ടിക്കുന്ന മുമ്പ് തന്നെ നീയൊക്കെ മുട്ടിലഴയും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഇവിടെ ആർക്കും വേണ്ട. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. കാരണം ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണെന്ന് തന്നെ പറയാം. അതിവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കും കൃത്യമായിട്ട് അറിയാം, കോൺഗ്രസ്സുകാർക്കും കൃത്യമായിട്ട് അറിയാം. സുഡാപ്പികളാണ് ഇത് ആത്മവിശ്വാസത്തോടെ അങ്ങ് വളരെയധികം ആത്മാർത്ഥമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നത്. മോദിയാണ് ഇത് നടത്തുന്നത്, ആത്മാർത്ഥമായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കമ്മ്യൂണിസ്റ്റ് സുഹൃത്താണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതൊക്കെ വളരെ രഹസ്യമായിട്ട് എന്നോട് വന്ന് പ്രശംസയൊക്കെ ചെയ്തിട്ട് അവൻ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം അവൻ എന്നോട് ചോദിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ടേം കൂടെ ഭരിച്ചിട്ട് അടുത്ത ടേമിൽ ഇറങ്ങുമോ? അപ്പോൾ ഞാൻ അവനോട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ നാക്ക് വായിലോട്ടിട്ടില്ല. അപ്പം തന്നെ അവൻ്റെ വായിൽ നിന്നൊരു വാചകം വന്നു, അയ്യോ, ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും ആ എഫക്റ്റിൻ്റെ 7 അയലത്തെത്താൻ നിന്നെ ഒന്നും കൊണ്ട് പറ്റൂല. ഇനി എത്ര ജന്മം എടുത്താലും നിന്നെ ഒന്നും കൊണ്ട് പറ്റൂല എന്നുള്ളത് ഞാൻ എഴുതി തരാം. പിന്നെ നിനക്കൊക്കെ ഇങ്ങനെ കിടന്ന് ചിലയ്ക്കാം, കോണ എന്ന് കിടന്ന് ചിലയ്ക്കാം. ഒരു പട്ടിയുടെ വില പോലും ഇവിടെ ആരും അതിന് തരൂല. അറിയാലോ, .5 വാർ ഫ്രണ്ട് നിനക്കൊക്കെ ഉള്ളതാണ്, മറക്കണ്ട. അപ്പോൾ ശരി.